ഹലോ, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഉഗ്രപുരം വായനശാലയിലാണുള്ളത്, ദേശസേവിനി വായനശാലയിൽ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതായത് എല്ലാ മാസത്തിലും ഒരു ഡേ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ പരിസരത്തുള്ള എല്ലാ ഗായകന്മാർക്കും പാടാനൊരു അവസരം കൊടുക്കുകയാണ്. അപ്പം ഷൈജയുടെ 2-3 മന്ത്സായി ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. 2-3 കുറച്ച് മന്ത്സായി ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്നു. എനിക്ക് വരാൻ പറ്റാറേ ഇല്ല, കാരണം മോനുള്ളതുകൊണ്ട് അവൻ ശരിക്കും ഇരിക്കില്ലല്ലോ, അതുകൊണ്ട് വരാൻ പറ്റാറില്ല. ഇന്ന് ഞാൻ രണ്ടും കൽപ്പിച്ച് വന്നതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഷൈജേട്ടനും പിന്നെ ഇവിടെ അടുത്തുള്ളൊരു ടീച്ചറാണ്, അവരും കൽക്കണ്ടം ചുണ്ടിൽ എന്നുള്ള പാട്ടില്ലേ അതാണ് പാടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ അവരുടെ പാട്ടായിരുന്നു. പിന്നെ നമുക്കിപ്പോൾ കോപ്പിറൈറ്റ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ പാട്ടിടാത്തത്, അതറിയാലോ എല്ലാവർക്കും. അപ്പോൾ കുറേ പേര് പാടിയിട്ടുണ്ടായിരുന്നു, കുറേ പേര് എന്ന് പറഞ്ഞാൽ കുറേ പേര് പാടിയിട്ടുണ്ടായിരുന്നു. ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർ വരെ കുറേ നല്ല നല്ല സോങ്സ് കേട്ടു. പിന്നെ നമ്മളെ MT വാസുദേവൻ സാറിൻ്റെയും പിന്നെ ജയരാജൻ സാറിൻ്റെയും സോങ്സാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. ഇത് നമ്മളെ ടീച്ചറാണ്, അതായത് നമ്മളെ അഹിമോൻ്റെ അംഗനവാടിയിലുള്ള ആയയാണ്. അപ്പം സതി ചേച്ചിയും പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പേര്, ഫസ്റ്റ് തന്നെ കുറച്ച് ആൾക്കാർ കാണികളൊക്കെ കുറവായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇത് 7 മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്, 9:15 വരെയാണ് ശരിക്കും. പക്ഷേ ഇത് 10 മണി വരെ നീണ്ടു നിന്ന് ഒരുപാട് പേര് പാടാനുണ്ടായിരുന്നു. പിന്നെ അഹിമോൻ്റെ സ്കൂളിലുള്ള സെയിം ക്ലാസ്സിലുള്ള ഫ്രണ്ടിനെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കത്തി അടിക്കാനൊക്കെ കളിക്കാനൊക്കെ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവനും ഇങ്ങനെ സംസാരിച്ച് പോവാമ്മ എന്ന് പറയാൻ തുടങ്ങി. ഇത് ഷൈജേട്ടൻ നെക്സ്റ്റ് ഒരു പാട്ടും കൂടി പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 പാട്ടാണ് ഷൈജേട്ടൻ പാടിയത്. പിന്നെ കുറേ പേരുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ പിന്നെ പാടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 3 പാട്ട് 2 പാട്ട് ആ ഒരു രീതിയിലാണ് പാടാൻ പറ്റുള്ളൂ. ചിലവർക്ക് ഒരു പാട്ടേ പാടാൻ സമയമുള്ളൂ, കാരണം അത്രയും പേരുണ്ടായിരുന്നു പാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വാവ്സ് അങ്ങനെ, അതായത് അഹിമോൻ അങ്ങനെ പോവാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബോറടിക്കാൻ തുടങ്ങി, അവനിങ്ങനെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. അപ്പോൾ പിന്നെ പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ തൊട്ട് താഴെ നമ്മളെ വായനശാലയുണ്ട്, അവിടെ കുറച്ച് കുട്ടികൾക്കുള്ള പ്ലേ സെക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോയി. ഇവിടെ ഒരു ചെറിയ കുട്ടി പാടിയതാണ് കേട്ടോ, നല്ല അടിപൊളി പാട്ടായിരുന്നു പാടിയത്. ഒറ്റ സ്ട്രെച്ചിന് പാടുന്ന കുറച്ച് ഡിഫിക്കൽട്ടി ആയിട്ടുള്ള പാട്ടാണ്, പക്ഷേ ആ കുട്ടി നന്നായി തന്നെ പാടി. അപ്പോൾ ഞങ്ങൾ വായനശാലയിലാണ് ഉള്ളത്. എനിക്ക് മേലെ ഇട്ട് പോകാൻ തീരെ പറ്റുന്നില്ല, കാരണം ഇവനെ ഒറ്റയ്ക്കാക്കിയിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടേക്ക് കേൾക്കാം, ഈ ഡോറ് തുറന്ന് വെച്ചാൽ ശരിക്കും കേൾക്കാം, പക്ഷെ നമുക്ക് കണ്ടുകൊണ്ട് ആസ്വദിക്കും പോലെ ആവില്ലല്ലോ. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് എനിക്ക് പകുതി വരെ പ്രോഗ്രാം കാണാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ബാക്കി പകുതി ഞാൻ വായനശാലയിലുള്ളായിരുന്നു. അപ്പോൾ ഇവിടെ കുറേ കുട്ടികളുണ്ട് കേട്ടോ, ഇതുപോലെ കുറേ പേരുണ്ട്. അപ്പോൾ അവനും കളിക്കാൻ കുറേ പേര് അവൻ്റെ സ്കൂളിലുള്ള കുട്ടികളായിരുന്നു മിക്കവാറും കുട്ടികളുണ്ടായിരുന്നത്, കാരണം അടുത്തുള്ള കുട്ടികളാണല്ലോ. പിന്നെ ഈ കുട്ടി നന്നായി പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 10 മണി വരെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഓക്കെ, ബൈ.